നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ ഒരു 13 ദിവസത്തിനടുത്തായി പതിയെ മുകളിലേക്ക് പോകുന്നത് എഫ് ഐസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു പിന്തുണയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കൂടാതെ തന്നെ ഡി എസിൻ്റെ ഭാഗത്തുനിന്നും ഒരു പിന്തുണയുണ്ട്. ഇന്നലെയും എഫ് ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 1735 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ബൈ നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 352 കോടി രൂപയുടെ ബൈയാണ് നടത്തിയിട്ടുള്ളത്. നമ്മളെ മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ, രാവിലെ ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഡോ ഫ്യൂച്ചറും നെഗറ്റീവായിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലത്തേന് സമാനമായ രീതിയിൽ ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഡോ ഫ്യൂച്ചർ വിത്ത് ഫ്ലാറ്റാണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. നിഫ്റ്റി എന്നാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വലിയ പോയിൻ്റ് ഹയർ പോയിട്ടില്ല. എവിടെയാണോ നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത് അവിടെ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റിയും നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിനാൻഷ്യൽ നിഫ്റ്റിയിലുള്ള NSEയിലുള്ള ഫിനാൻഷ്യൽ കമ്പനികളുടെ സൂചികയായിട്ടുള്ള ഫിൻനിഫ്റ്റിയുടെ ആ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ കാലാഹരണപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇനി ആദ്യമായിട്ട് മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്ക് ന്യൂസിൽ വരുന്ന വാർത്തകൾ നമ്മളതൊരു ബൈയോ സെൻഡോ ഇൻഡിക്കേഷൻ അല്ല. മാർക്കറ്റിലുള്ള വിപണിയിലുള്ള വാർത്തകൾ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. വേദാന്തനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, വേദാന്ത 20 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 10 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ കമ്പനി ബെസ്മർ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് മെഡി അസിസ്റ്റിലെ ഏകദേശം 541 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റോക്കുകൾ ബ്ലോക്ക് ഡീലിലൂടെ സെല്ല് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ്. matrimony.com കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യുന്നു. സെപ്റ്റംബർ 5 ഇവരുടെ ഷെയർ ബൈബാക്ക് ചെയ്യുന്ന ഡേറ്റ് ഉള്ളത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി കഴിഞ്ഞ ദിവസം കൂടിയ ഒരു മീറ്റിങ്ങിൽ അവർ തീരുമാനമെടുത്തിരിക്കുന്നത് ഏകദേശം 26,000 കോടി രൂപ വർത്ത് വരുന്ന എയർക്രാഫ്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിൻ്റെ ഭാഗത്തുനിന്ന് ബൈ ചെയ്യണം, പ്രൊക്യൂർ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. IX കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇൻ്റർനാഷണൽ ട്രാക്കിംഗ് സിസ്റ്റം ഫൗണ്ടേഷൻ എവിഡൻ്റ് ആയിട്ട് IX ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. വെൽസ്പൺ കോർപ്പറേഷൻ കമ്പനി $100 മില്യൺ ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, യൂസിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലേക്ക് വേണ്ടിയിട്ട് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി ഗുജറാത്തിൽ അവർ 80 പുതിയ റൂമുകൾ അക്വയർ ചെയ്തു. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 164 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. CIE ഓട്ടോമോട്ടീവ് കമ്പനി ലജിയ റിന്യൂവബിൾസിലെ 26% സ്റ്റേക്ക് ഇവർ അക്വയർ ചെയ്തു. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, കമ്പനിയുടെ മൈക്രോ ഫിനാൻസ് വിങ്ങായിട്ടുള്ള ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസിന് സെബിയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. IPOയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. കൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെയും ഈ IPOയും മറ്റുള്ള ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ആദ്യമുള്ളത് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസാണ്. 70% ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ ലോങ് ഉള്ളത്, ഷോർട്ട് ഉള്ളത് 30% മാത്രമാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഹയർ റേഞ്ചിലേക്ക് പോകുന്നത്. കൂടാതെ ഇന്ന് എക്സ്പയറി ഉള്ള ഫിൻനിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ PCR 0.96 ആണ്. 24,000 ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് കോൾ സൈഡിൽ. അതായത് 24,000 മറികടക്കില്ല എന്ന് കൂടുതൽ ഓപ്ഷൻ റൈറ്റേഴ്സ് കരുതുന്നുണ്ട്. ഇതനുസരിച്ച് മാർക്കറ്റ് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോഴുള്ള ആളുകളുടെ സെൻറ്റിമെൻറ്റ്സാണ് ഈ ഒരു ഗ്രാഫിലൂടെ കാണിക്കുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ ബീറിഷായ രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് PCR 0.96 ആയിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും. അതായത് US മാർക്കറ്റ് പോസിറ്റീവിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് FTSEയും CAC 40യും DAXും ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകൾ
മിക്സ്ഡായ രീതിയിൽ എന്നാൽ പോസിറ്റീവായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഡോ ഫ്യൂച്ചർ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാണ് യു എസിലെ ഫ്യൂച്ചർ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അത് നെഗറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 59,000, അതിന് താഴെ ബ്രന്റ് ഓയിൽ 77, അതിന് താഴെയുള്ള ഗോൾഡ് $2,497 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡേറ്റാസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി ഒരു 13 ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ അത് ഗെയിൻ ചെയ്യുകയാണ്. പതിയെ ആണെങ്കിൽ കൂടിയും നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം നിഫ്റ്റി വളരെ റീസെൻ്റായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഫോള് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റായിട്ടുള്ള നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് 24,000 ആണല്ലേ. 24,000 അത് എത്രയോ തവണയാണ് 24,000 സപ്പോർട്ട് എടുത്ത് അവിടെ തന്നെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്നു. 24,000 പൊട്ടുമെന്ന് ആളുകൾ കരുതി. എന്നാൽ 24,000 സപ്പോർട്ട് എടുത്ത് അതേ നിഫ്റ്റി തന്നെയാണ് ഇപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് 25,250, 25,300 എന്ന റേഞ്ചിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1,300-ലധികം പോയിൻ്റാണ് ഏകദേശം ചുരുങ്ങിയ ഒരു മാസത്തിൽ താഴെ നിഫ്റ്റി പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കുറച്ച് അലിഗേഷനെല്ലാം തന്നെ റൈസ് ചെയ്തിട്ടുണ്ട് SBI ചെയർമാനെതിരെ. അപ്പോൾ അതെല്ലാം തന്നെ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു, അത് മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. എന്നാൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മളെ ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ലോക്കലി ഈ ഇലക്ഷനാണ് കുറച്ച് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 5ഓളം സംസ്ഥാനങ്ങളിൽ ഇലക്ഷനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ സ്വാഭാവികമായിട്ടും പണ്ടത്തെ പോലെ എല്ലാ സ്ഥിതികൾ രാഷ്ട്രീയമായിട്ട് വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മളുടെ കൺസേൺ. കൂടാതെ തന്നെ ദീപാവലി പോലെയുള്ള ആഘോഷങ്ങൾ വരികയാണ്, മുഹൂർത്ത് ട്രേഡിങ് പോലെയുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദീപാവലി കാര്യങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ജ്വല്ലറിയും അതല്ലെങ്കിൽ പെയിൻറ്റ് സെക്ടർ, വാഹന വിപണി, അങ്ങനെയുള്ള എല്ലാ അങ്ങനെയുള്ള സെക്ടറെ സംബന്ധിച്ചും നമുക്ക് പൊതുവേ ദീപാവലിനെ നിക്ഷേപകർ നോക്കി കാണുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് ദീപാവലി ദിവസം നിക്ഷേപം നടത്താനായിട്ട് മുഹൂർത്ത് ട്രേഡിങ് ഇതിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും പണ്ട് കാലത്താണെങ്കിൽ ഡയറക്റ്റ് അവിടെ വന്ന് NSE ഓഫീസുകളിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് ഈ ഒരു ദീപാവലി സമയങ്ങളിൽ ആളുകൾക്ക് ബുള്ളിഷായ രീതിയിലാണ് പൊതുവെ സമീപിക്കാറ്. ഇനി ഈ തവണ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം ഇത്തവണ നിഫ്റ്റി ഓൾറെഡി തന്നെ ഹൈ ആയി. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.